തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ തദ്ദേശ ആഭ്യന്തര സെക്രട്ടറിമാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, കൃത്യമായ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു വീഴ്ച ഈ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതും മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് അത്തരത്തിലൊരു നിർദ്ദേശം നൽകാനുള്ള സാഹചര്യം എന്താണ്? ഈ അന്വേഷണം ആരിലേക്കൊക്കെ നീങ്ങും? തീർച്ചയായും ഇന്നലെ ഈ ഒരു റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സുഗതന് അവധി അപേക്ഷ എന്നുള്ള ആ ഒരു വിഷയം അത് ഏറ്റവും മനോഹരമായി തന്നെ ഒരുപക്ഷെ നമുക്ക് ആ നിലയ്ക്ക് തന്നെ പറയാൻ കഴിയും. ആ നിലയ്ക്ക് മേയർ VV രാജേഷ് അതിനെ മറികടന്ന് ആ പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്ന് പോകുന്നത് ഈ ഒരൊറ്റ റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ കൂടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റ കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ശബരിനാഥന് ഒരക്ഷരം പോലും മിണ്ടാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു അന്നത്തെ ആ ഒരു VV രാജേഷിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. കാരണം VV രാജേഷ് അന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത് നോക്കൂ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന കത്താണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒന്നും തന്നെ പറയാനായിട്ടുണ്ടായിരുന്നില്ല ശബരിനാഥന്. ശബരിനാഥ് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പേജിലും ആ ഒരു പേജിൽ കുറിപ്പിലും ആ കാര്യം വ്യക്തമാകുന്നുണ്ട്. കാരണം തങ്ങൾ ഞെട്ടിപ്പോയി എന്നുള്ളതായിരുന്നു അന്ന് ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ശബരിനാഥൻ വ്യക്തമാക്കി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും താൻ കാണാത്ത ഒരു ഫയലാണ്, അതിലെങ്ങനെയാണ് ഇത്തരത്തിൽ നടപടികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തി. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ വരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ തേടുകയും ചെയ്യും. എന്തായാലും ഈ ചിത്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നാളെ നൽകും. ആ നോട്ടീസ് നൽകുന്ന ഘട്ടത്തിൽ അതിൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ തന്നെയുള്ള തീരുമാനമാണ് സർക്കാരിനോട്. കാരണം സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഒരു ഡീൽ ആരോപണം ഉൾപ്പെടെ ഉയർന്നു വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുൾപ്പെടെ പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നും RSS കോൺഗ്രസ് ഡീൽ എന്ന ആരോപണമാണ് ഈ പറഞ്ഞതുപോലെ CPM ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധിയപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതര വീഴ്ച, മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിനപ്പുറം അവർ അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കി എന്ന കണ്ടെത്തൽ. എന്തായാലും ആഭ്യന്തരമന്ത്രി വലിയ അതൃപ്തിയിൽ തന്നെയാണ്. കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.